നിലമ്പൂരിൽ ആര്യാടൻ്റെ ഗംഭീര വിജയരഹസ്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാം. ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ട ദിവസം നമ്മൾ പുറത്തുവിട്ട വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നിലമ്പൂരിൻ്റെ രാജകുമാരനെ അൻവർ സാഹിബ് നിശ്ചയിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ ആ കാര്യം ശരിയായിരിക്കുകയാണ്. എന്തായാലും ആ വിജയരഹസ്യം നിങ്ങളോട് പറയാം. പക്ഷേ അതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ കുറച്ച് എന്താണ് എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. വി ഡി സതീശൻ കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ സവിശേഷത. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ഈ 11 മാസം കൊണ്ട് നിലമ്പൂരിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിന് സ്വരാജ് ജയിച്ചാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഭരണപക്ഷത്തെ MLA എന്ന നിലയ്ക്ക് ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരാം. അതെന്തായാലും നിലമ്പൂരുകാർക്ക് നഷ്ടമായി. ഇനി മൂന്നാമത്തെ എഫക്റ്റ്, സതീശൻ്റെ ദയാദാക്ഷിണ്യത്തിൽ PV അൻവറിന് വേണമെങ്കിൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ തുടരാം. നിലമ്പൂരിന് പുറത്ത് അൻവർ എഫക്റ്റ് ഉണ്ടാകാനിടയില്ല. പക്ഷെ അത് സതീശൻ സമ്മതിക്കുമോ എന്ന കാര്യം കണ്ടറിയണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു എഫക്റ്റ് ഞാൻ പറയാം. പിണറായിക്കും LDFനും ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. സാധാരണക്കാരായ പാവങ്ങളെയും, അതായത് ഈ ആശാവർക്കർമാരെ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, സാധാരണ മാവേലി സ്റ്റോറിലൊക്കെ പോയി സാധനം വാങ്ങിക്കുന്നവർ തുടങ്ങിയ അടിസ്ഥാന വർഗ്ഗങ്ങളുണ്ടല്ലോ, അതുപോലെ കൂടാതെ തന്നെ ഇടത്തരം വരുമാനക്കാർ. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഒരു 50% വരുന്ന അല്ലെങ്കിൽ ഒരു 60% വരുന്ന ഇടത്തരം വരുമാനക്കാരാണ്. സാധാരണ ചെറുകിട ജോലി ഒക്കെ ആയി 10,000, 40,000, 30,000 ഒക്കെ ഒരു മാസ വരുമാനമുള്ളവർ, അവർ നിത്യജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അവഗണിക്കുന്നു ഈ സർക്കാർ എന്നൊരു പ്രതീതി നിലവിലുണ്ട്. പ്രത്യേകിച്ചും സമ്പന്ന വിഭാഗത്തിൻ്റെ കൂടെയാണോ ഈ പാർട്ടി എന്ന് LDFനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10% ജനങ്ങളെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവർ പതുക്കെ ഈ പാർട്ടിയിൽ നിന്നും LDFിൽ നിന്നും പതുക്കെ അകലുന്നുണ്ടോ എന്നുള്ളത് ആ പാർട്ടിയും മുന്നണിയും ആലോചിക്കണം. കൂടാതെ മത്സ്യത്തൊഴിലാളികൾ, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കർഷകർ, കുടിയേറ്റ കർഷകർ, അവരുടെയൊക്കെ വന്യമൃഗശല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളോടൊന്നും തന്നെ വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതും, പ്രത്യേകിച്ച് വനമന്ത്രിയുടെയൊക്കെ പല പ്രസ്താവനകളും തന്നെ പലരെയും വേദനിപ്പിക്കുന്നുണ്ടെന്നും, അവരൊക്കെ മാറ്റി ചിന്തിച്ചാൽ, നേരത്തെ വോട്ട് ചെയ്തിരുന്നവർ മാറ്റി ചിന്തിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുകയാണ്. കാരണം ഇവിടെയുള്ള സ്വകാര്യ സർവകലാശാലകളിലൊക്കെ പഠിക്കണമെങ്കിൽ അവിടെ പോയി പഠിക്കുന്നതിനേക്കാൾ വലിയ ചിലവാണ് ഈ ഗവൺമെൻറ് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഇടത്തരക്കാരായ അല്ലെങ്കിൽ മധ്യവർഗ വരുമാനക്കാരായവരെ ബാധിക്കുന്നുണ്ട്. അവർ വലിയ കടക്കെണിയിൽ പെടുന്നുണ്ട്. അവർക്കത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യുമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളും ഗവൺമെൻറ്റിനോടുള്ള പ്രതിപത്തി ജനങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാട് മുഴുവൻ വലിയ വീതിയിൽ നാഷണൽ ഹൈവേ വന്നതുകൊണ്ടോ പവർ കിട്ടില്ല എന്ന് നമ്മൾ വീമ്പിളക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ നേട്ടം തന്നെയാണെങ്കിലും മനുഷ്യനവൻ്റെ ജീവനും സ്വത്തും വലിയ പരമപ്രധാനമാണ്. കാട്ടിലിരിക്കുന്ന മൃഗങ്ങൾ നാട്ടിലിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് അതിനൊരു പരിഹാരം കാണാൻ ഭരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ജനം ചോദ്യം ചെയ്തെന്നിരിക്കും, അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്നിരിക്കും. ഇനി മറ്റൊരു കാര്യം, ലീഗ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാണിച്ച ആത്മാർത്ഥതയാണ്. 2026 UDFന് ഭരണം കിട്ടിയില്ലെങ്കിൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനേക്കാൾ ആത്മാർത്ഥമായി അവരാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സ്വരാജ് എന്ന വ്യക്തിയായതുകൊണ്ടാണ് അവരുടെ LDFൻ്റെ മാനമെങ്കിലും കാക്കാനുള്ള ഈ വോട്ട് കിട്ടിയത്. അവരുടെ അടിസ്ഥാന വോട്ട് ഏതാണ്ട് 60,000-ഓളമാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നു. അത് 66,000-ആയി ഉയർത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിലും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. എന്തൊക്കെ കണക്ക് പറഞ്ഞാലും നമ്മൾ ഈ ഒരു കണക്ക് നോക്കേണ്ടതുണ്ട്. UDFനെ അംഗീകരിക്കാത്ത ഒരു മറുപക്ഷം അത് 86,000 UDFും മറക്കണ്ട. കാരണം അൻവർ എന്ന വ്യക്തി LDFിലേക്ക് കൊണ്ടുവന്ന വോട്ട് തിരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് LDF തോറ്റു എന്നവർക്ക് സമാധാനിക്കാം. ഭീമൻ ഭരണവിരുദ്ധ വികാരമൊന്നും നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇതൊരു വാണിംഗാണ് LDFിനുള്ളത്. അവർക്കത് തിരുത്താനുള്ള സമയമുണ്ട്. അത് തിരുത്തിയാൽ അവർക്ക് നല്ലത്. അതല്ലെങ്കിൽ LDF എന്തായാലും 2026 സ്വരാജ് അവിടെ വീണ്ടും തോറ്റു തരാനായിട്ട് നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ UDFന് 2026 140-ൽ 1 എന്ന് ഇപ്പോൾ തന്നെ ക്രെഡിറ്റ് ചെയ്ത് വെക്കാം. PV അൻവർ എന്ത് നിലപാടെടുത്താലും.
നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയരഹസ്യം പറയാകട്ടോ. അത് മറ്റൊന്നല്ല, EMS പറഞ്ഞ തമാശയാണ്. മത്സരിച്ച മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാൾ വോട്ട് ആര്യാടൻ ഷൗക്കത്ത് നേടി. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. ഈ പറഞ്ഞത് തമാശ. പക്ഷേ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് സത്യം. അതാണ് അതിൻ്റെ രഹസ്യവും.